ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചെറുപയർ പായസമാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാനൊരു ചെറുപയർ പരിപ്പിൻ്റെ പായസം ഇട്ടിരുന്നു. ഇത് അതിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ചെറുപയർ കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ. ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യം തന്നെ നമുക്ക് ഈ ചെറുപയർ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കരുത് കേട്ടോ, അപ്പോൾ ചില ചെറുപയറൊക്കെ കരിഞ്ഞു പോവും. നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ചെറുപയർ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1/4 കിലോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്ന് കളർ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചെറുപയറൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ, ഒരു വറുത്തൊരു സ്മെല്ലും വരുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുപയർ മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ചെറുപയർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഓരോ കുക്കറും ഓരോ ടൈമായിരിക്കും. എത്ര വിസിലിനാണോ സാധാരണ നിങ്ങൾ വേവിക്കാറുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിതുപോലത്തെ ഒരു ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു കിലോയുടെ പാക്കാണ്, അപ്പോൾ ഒരു 300 ഗ്രാമിന് മേലെ ഉണ്ടാവും ഓരോ ഉണ്ട. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് വേണമെന്ന് മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെറുപയർ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ നിങ്ങൾ എത്ര സമയമാണ് വെക്കുന്നത് അതിനനുസരിച്ചിട്ട് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്തുടയുന്ന ഒരു പാകത്തിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ, പായസത്തിനായതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ മധുരത്തിനനുസരിച്ച് പാകത്തിന് കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ചില ശർക്കര നല്ല മധുരം ഉണ്ടാവും, കളർ കുറവായിരിക്കും. ഈ ശർക്കര ഇതുപോലെ തന്നെ നല്ല മധുരമുണ്ട്, കളറില്ല കേട്ടോ ശർക്കര. അപ്പോൾ നല്ല കളറുള്ള ശർക്കര ആണെങ്കിൽ ചിലത് കളർ കൂടുതലായിരിക്കും, മധുരം ഒരു ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർക്കുക. ഇനി ഈ ശർക്കര ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ശർക്കര നന്നായിട്ട് ചെറുപയറിൽ പിടിക്കുന്ന സമയം വരെ നമുക്കിതൊന്ന് വരട്ടി കൊടുക്കാം. ശർക്കരയും ചെറുപയറും നന്നായിട്ടൊന്ന് തിളച്ച് ഇതാവണം കേട്ടോ. നല്ല ചെറുപയറിലേക്ക് നന്നായിട്ട് മധുരമൊക്കെ പിടിക്കുള്ളൂ, അപ്പോഴേ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ എടുക്കാം. പാലിന് ബുദ്ധിമുട്ടുള്ളവരാവും, ചിലപ്പോൾ തേങ്ങ നന്നായിട്ട് വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാവും, അവർ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. തേങ്ങാപ്പാലിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പാലൊഴിക്കുക കേട്ടോ. പാലാവുമ്പോൾ നമുക്ക് ഈസിയാണ്, തേങ്ങ ചിരകാനോ പിഴിയാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഞാൻ റൂം ടെമ്പറേച്ചറുള്ള പാൽ തന്നെ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പാൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ തണുത്ത പാൽ ഒഴിക്കാണ്ടിരിക്കുക. ഒരു 1/2 ലിറ്റർ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഈ പാൽ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് പൊടി കലക്കിയിട്ടൊന്നും ഒഴിക്കരുത് കേട്ടോ, അപ്പോഴേക്ക് ആ ഒരു പായസത്തിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് മാറിപ്പോവും. ഈ പാലന്നെ ഒന്ന് വറ്റിയിട്ട് കുറുക്കിയെടുക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് പാല് നന്നായിട്ട് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പായസത്തിൻ്റെ ഒരു പാകത്തിലേക്ക് മാറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് കുറുക്കിയെടുക്കരുത്. നമ്മൾ പായസം അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഒന്നും കൂടെ ഇരുന്നിട്ടൊന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതാക്കിയിട്ട് വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പായസം ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ വാങ്ങി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പായസത്തിൻ്റെ പാകത്തിലേക്കാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ പായസം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി, ഇനി ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക, അതുപോലെ ചുക്ക്, ജീരകം കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നതാണ് കേട്ടോ, പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഒരു
ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ട് അതുപോലെ ഒരു 4 ഏലക്ക ഒരു കഷ്ണം ചുക്കും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. സാധാരണ പായസത്തിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എപ്പോഴാണെങ്കിലും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.